ഇന്ന് കുറച്ച് ബ്യൂട്ടിഫുൾ ഓർഗൻസ സാരീസിന്റെ കളക്ഷൻ ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു 2 ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ഓർഗൻസ സാരി വെയർ ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ഷിഹാനയും സെയിം ആ ഒരു ഓർഗൻസ പാറ്റേണിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക് ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഒരു സാരി വെയർ ചെയ്തേക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒരുമിച്ചെന്ന് നമുക്കത് കാണിച്ചു പോവാം. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. അപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. അതിന്റെ ശരിക്കും പറഞ്ഞ സാരീന്റെ ആ ഒരു ലുക്കും ആ ഒരു ബ്ലൗസിന്റെ കൂടെ പെയർ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ ആ ഒരു ലുക്ക് അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സിമിലർ ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിനോട് പെയർ ചെയ്തേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ബാക്കി കളേഴ്സ് നോക്കാം. ഇതും നല്ല രസമുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ ടോണിൽ വന്നേക്കുന്ന സാരി. നമുക്ക് ഈ ഒരു മഞ്ഞ കാണുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഹൽദിയൊക്കെയാ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നല്ലൊരു ഓപ്ഷൻ. അതെ, ബ്രൈഡ്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും കസിൻസിനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷെയ്ഡ്സിലും അതേപോലെ ആ ഒരു ഫുള്ളായിട്ട് ആപ്ലിക് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ലോവർ പോർഷനിൽ വരുന്ന ഒരു ലുക്കാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പർ പോർഷൻ സോളിഡ് ആയിട്ടും ലോവറിലാണ് ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ത്രൂ ഔട്ട് വന്നേക്കുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ സാരി പെട്ടെന്ന് ഒതുങ്ങത്തില്ല എന്ന്. പക്ഷെ ഓർഗൻസ സാരീസ് പൊതുവെ അങ്ങനെ ഒരു വിചാരമുണ്ട്, നമ്മൾ ഒതുങ്ങത്തില്ല. പക്ഷെ അല്ല കേട്ടോ, പ്ലീറ്റ്സ് ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട് തന്നെ പ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഓർഗൻസ ഫാബ്രിക്. നമുക്ക് അപ്പർ പോർഷനിലും പ്ലീറ്റ്സ് എടുത്താണ് വെയർ ചെയ്യുന്നതെങ്കിലും കുറച്ചും കൂടെ ഈ ഒരു സിംഗിൾ പ്ലീറ്റ്സ് ഇടുന്നതിനേക്കാളും ഒതുങ്ങി കിടക്കും കേട്ടോ. അപ്പം എൻ്റെ ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് ഇൻസൈഡ് നോക്കുമ്പോഴത്തേനും ആ ഒരു യെല്ലോ ഷെയ്ഡിന് സെയിം സിമിലർ ഫീലിൽ വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സൈഡായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന്. ആക്ച്വലി ആ ഒരു വൈറ്റ് നമുക്ക് ആ ഒരു ആപ്ലിക് വർക്ക് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡിലാണ്, ആ ഒരു മസ്റ്റർഡ് യെല്ലോയിൽ നിന്നും കുറച്ചൊന്ന് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് ആപ്ലിക് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നത്. ഒരു ഫ്ലോറൽ ലുക്ക് അല്ലേ. ബ്ലൗസ് പീസ് ഏതായിരുന്നു? ബ്ലൗസ് പീസ് വരുന്നത് ചന്തേരിയിലാണ് വന്നിട്ടുള്ളത്. ചന്തേരിയിൽ ഡോബി ഡോട്ട്സ് പോലത്തെ ഒരു ഗോബി പാറ്റേൺ അല്ലേ വീവ് ചെയ്ത് പോയി. നോർമലി നമുക്ക് സാരിക്കുള്ളിൽ ഓർഗൻസേഴ്സ് തന്നെ സെയിം ബ്ലൗസ് കണ്ടിട്ടുള്ളത്, പക്ഷെ ഇതൊരു വെറൈറ്റി, അതെ, ഡിഫറെന്റ് ആയിട്ട്. ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നത് പോലെ ഒരു സിമിലർ ലുക്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന, ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു പാറ്റേൺ. ഇപ്പൊ ഇൻട്രസ്റ്റിലൊക്കെ ഒത്തിരി പാറ്റേൺസ് അവൈലബിൾ ആണ്. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് നോക്കിയിട്ട് നമുക്ക് സൂട്ടബിൾ ആവുന്ന ഒരു പാറ്റേൺ എടുത്തൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ ഓറിയന്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻ ആട്ടോ. ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഓർഗൻസ ആയതുകൊണ്ട് തന്നെ സെമി ട്രാൻസ്പെറന്റ് ആണ്, പക്ഷെ ആ ഒരു സെയിം ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ അത് കുറേയൊക്കെ ഹൈഡ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ബ്ലൗസിന്റെ ലെങ്ത് കുറച്ച് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലും ഓക്കെ ആട്ടോ. അപ്പം നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു മസ്റ്റർഡ് ടോൺ. ബാക്കി ഒരു 3 കളേഴ്സ് നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാട്ടോ. സെയിം ആ ഒരു ആപ്ലിക് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഇതിലെല്ലാം വന്നേക്കുന്നത്. സെയിം ബ്ലൗസ് പീസും അതന്നെയാണ് വന്നിട്ടുള്ളത്. പല്ലുവിന്റെ പോർഷൻ, പല്ലുവിൽ കുറച്ചും കൂടെ ഒരു വർക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പല്ലുവിലാണ്. അതെ, പല്ലുവിന്റെ പോർഷനിൽ അത്യാവശ്യം ഷോർട്ടായിട്ട് വന്നേക്കുന്ന ഒരു പല്ലു ഡീറ്റെയിലിംഗ്. ആൻഡ് ബ്ലൗസ് പീസ് സെയിം റണ്ണിങ്ങിൽ തന്നെ, റണ്ണിങ്ങിലല്ല കേട്ടോ, ഇത് ചന്തേരി ഫിനിഷിൽ വന്നേക്കുന്ന ഒരു ചന്തേരിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സെൽഫ് വീവിങ് സ്റ്റൈൽ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗോബി പാറ്റേണിലുള്ള ഒരു ഡോബി വീവിങ് സ്റ്റൈലില്ലേ, ആ ഒരു ലുക്കിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് ബ്ലൂ ഷെയ്ഡ് ആൻഡ് ഗ്രീൻ. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു പാരറ്റ് ഗ്രീൻ, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്ക് ടോണിൽ വന്നേക്കുന്നത്. ഡബിൾ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ആക്ച്വലി ഞാനും എടുത്തപ്പോ എനിക്കൊരു വെട്ടടിക്കുന്നതാണോ ഡബിൾ ഫീല് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഞാൻ പെട്ടെന്ന് എടുത്തപ്പോഴത്തേനും എനിക്കിനി ഇതിൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഡബിൾ ഷെയ്ഡ് അപ്പർ പോർഷനിൽ കുറച്ചൊന്ന് ഗ്രേന്റെ ഒരു ഫീല് വന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേനും ആ ഒരു ബ്ലൂവിന്റെ ടിന്റ് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതിലും സെയിം ആ ഒരു ലുക്കാട്ടോ വരുന്നത്. ആക്ച്വലി നമ്മൾ വെയർ ചെയ്തേക്കുന്ന എല്ലാത്തിനകത്തും ആ ഒരു ഫീല് വരുന്നുണ്ട്. എനിക്ക് ആ ഒരു ഷെയ്ഡ് ഇല്ല, ഉണ്ട്. ആക്ച്വലി നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോഴാണ്, ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് ഇങ്ങനെ നോക്കുമ്പോഴാണ് അത് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. ആയതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്യാത്തത്. ഒരു സ്ലൈറ്റ് വേരിയേഷൻ ആട്ടോ. എല്ലാം നല്ലൊരു ഷെയ്ഡ്സ് ആണ്, നല്ല അടിപൊളി ഷെയ്ഡ്സാ.
ഇത് കാണിച്ചു. ആൻഡ് ദെൻ ഷിഹാന വെയർ ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേണിൽ വന്ന് വേണമെങ്കിൽ ഒന്ന് എണീറ്റ് നിന്ന് ആ ഒരു ലുക്ക് ഫുള്ള് കാണിച്ചു. ഞാൻ വിചാരിക്കുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഒന്നും പറയാൻ പറ്റത്തില്ല, പീച്ച് ഷെയ്ഡ്. ആൻഡ് ഇതിനകത്ത് വന്നേക്കുന്ന ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് പല്ലൂൻ്റെ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി, പ്ലീറ്റ്സ് ഒക്കെ നല്ലപോലെ അടിപൊളിയായിട്ട് ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സ് ആട്ടോ. ആൻഡ് ലാസ്റ്റ് യെല്ലോ വരുന്നുണ്ട്. യെല്ലോ ഞാൻ സെയിം ഈ ഉടുത്തിരിക്കുന്നതിന്റെ സെയിം ആണ്, ലൈറ്റ് വയലറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്ന. പക്ഷെ എങ്ങൽ ക്രൗഡിനൊക്കെ കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്, അതിൻ്റെ കൂടെ ഒരു വയലറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ്. വയലറ്റ് അല്ല, നമ്മുടെ മജന്തയുടെ ഒരു ചെറിയ ടിന്റ് വരുന്നുണ്ട്. ആക്ച്വലി പെട്ടെന്ന് കാണുമ്പോൾ പിങ്ക് ടോണാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അപ്പർ പോർഷനിലോട്ട് വരുമ്പോൾ ഒരു സ്ലൈറ്റ് വേരിയേഷൻ വരുന്നുണ്ട് കളേഴ്സിൽ. ഒരു യങ്ങർ ക്രൗഡിനൊക്കെ കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് മാരേജിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോളേജ് ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കൊണ്ടുവരാണ്ട് പറ്റും. അതെ, എൻ്റെ ഒരു ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും. നമ്മൾ വേറെ ഏത് ഫാബ്രിക് വെയർ ചെയ്യുന്നതിനേക്കാളും ഒരു ഫാബ്രിക് വർക്ക് ആണെങ്കിലും ഇൻസൈഡ് നമ്മൾ നോക്കുമ്പോൾ നല്ല ഫിനിഷ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ കോഡ്സ് വരുന്നത് MM108 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 4509. ഞാൻ ഫസ്റ്റ് കാണിച്ചതിന് പ്രൈസ് റേഞ്ച് വരുന്നത് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അത് 4559 ആയിരുന്നു. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. വീണ്ടും കുറച്ച് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഞാൻ വേറെ എടുക്കുന്ന കോട്ടൺ ഫാബ്രിക്കാണ്. വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ആൻഡ് ബോട്ടം നമുക്ക് വരുന്നത് കുറച്ച് സ്ട്രൈറ്റ് ഫിറ്റാണ് വരുന്നത്. ബോട്ടമിൻ്റെ എൻഡിലായിട്ട് ഒരു പാനൽ സ്റ്റിക്കിങ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈ ടോപ്പാണ്. ടോപ്പിൻ്റെ ബോഡിയിൽ ത്രൂട്ടായിട്ട് നമുക്കൊരു ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. ആൻഡ് വീനക്കാണ് വരുന്നുള്ളത്. അതിലൊരു സരി വീവിങ് ഡീറ്റെയിലും ഒരു മിറർ വർക്കും കൂടെ നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ യോക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദുപ്പട്ടയിലും നമുക്ക് സെയിം ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. എൻഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാസൽസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നതും കോട്ടൺ ഫാബ്രിക് ആണ്. ഇതൊരു അനാർക്കലി ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ബോഡിയിൽ ത്രൂട്ടായിട്ട് ഒരു ബ്ലോക്ക് പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫോയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് യോക്ക് പോർഷൻ വരെ ഒരു പാച്ച്, ഒരു ലേസ് ഡീറ്റെയിലിംഗ് എൻഡിലായിട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു മിഷൻ എംബ്രോയിഡറി വിത്ത് ഒരു മിറർ വർക്കും കൂടെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് എൻഡിലായിട്ട് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പാച്ച് ഡീറ്റെയിലിംഗ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു പാച്ച് ഡീറ്റെയിലിംഗ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻഡിൽ ഒരു ലേസ് ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് പോർഷൻ ഒരു ഫങ്ഷനൊക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ബോട്ടം വരുന്നതും സെയിം കോട്ടൺ ഫാബ്രിക് തന്നെ, എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. സ്ട്രൈറ്റ് ഫിറ്റാണ് വരുന്നത്. എൻഡിലായിട്ട് ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ടയിലും സ്ക്രീൻ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. 4 സൈഡ്സിലും ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു റയാൻ ലെനിൻ ഫിനിഷിലാണ്. ആൻഡ് ബോഡിയിൽ ത്രൂട്ടായിട്ട് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. ആൻഡ് ഒരു ഫോയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് പോർഷനാണ്. ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് അതിൽ ഒരു മിഷൻ എംബ്രോയിഡറിയിൽ ഒരു മിറർ വർക്കും കൂടെ നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. എൻഡിലായിട്ട് ഒരു പാനൽ കട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതും സൈഡ് സ്ലിറ്റാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്. ആൻഡ് എലാസ്റ്റിക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. സ്ട്രൈറ്റ് ഫിറ്റാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട വരുന്നതും സെയിം റയോൺ ലെനിൻ ഫിനിഷിലാണ് ദുപ്പട്ട വരുന്നത്. ഒരു പിങ്കിൽ ഒരു വൈറ്റിഷ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ കളർ കോമ്പിനേഷൻ. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് വെബ്സൈറ്റ് www.aham.store. പേസ്റ്റൽ കളർ ഷെയ്ഡ്സിൽ
പാർട്ടി വെയറിന് പറ്റിയ കുറച്ചൊരു 3 കളക്ഷനിൽ സാരീസാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ്. മെറ്റീരിയൽ വരുന്നത് ഡോള സിൽക്കിലാണ് ഫാബ്രിക് വന്നേക്കുന്നത്. മിഷൻ എംബ്രോയിഡറി ആണ് ബോഡി ഫുള്ള് ത്രൂ ഔട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൽ ജാക്കോട്ട് വീവിങ് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ ത്രൂ ഔട്ടായിട്ട്. ആൻഡ് പോയിന്റ് എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത്. എൻഡിലായിട്ട് 2 ബോർഡറിലും ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ കുറച്ച് അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും കുറച്ച് കംഫർട്ടായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ആൻഡ് ദിസ് ഈസ് ബ്ലൗസ് പീസ് വരുന്നതും സെയിം ഒരു സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും മിഷൻ എംബ്രോയിഡറിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റൽ ഗ്രീനാണ്. ഈ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റായിട്ടും ഈ സാരി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു പേളിൻ്റെ ഒരു ജ്വൽസ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ പെയർ ചെയ്ത് ഇടുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടും ഒരു റിച്ച് ലുക്കൊക്കെ തരും കേട്ടോ. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ. എല്ലാത്തിലും പ്രിൻ്റ് നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. കളേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ദിസ് ഈസ് ദി ബ്ലൗസ് പീസ്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അടുക്കി കുത്തു എടുക്കാനും നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഫാബ്രിക്കാണിത്. ബോഡിയിൽ നമുക്ക് ത്രോഡായിട്ട് മിഷൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ബ്ലൗസ് പീസ്. സെയിം കളറിൽ ഈ ബ്ലൗസ് പീസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ബ്ലൗസ് പീസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടാലും കുറച്ചും കൂടെ ലുക്കായിട്ടിരിക്കും. ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് വെബ്സൈറ്റ് www.aham.store.